പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ട് സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് സഹ്യപർവ്വതം. പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടവുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് നീലഗിരി മലനിരകൾ. നീലഗിരി മലനിരകൾ. നീലഗിരി മലയിലെ പ്രധാന ആദിവാസ വിഭാഗമാണ് തോടർ. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള തീരപ്രദേശമാണ് കൊങ്കൺ തീരം. പശ്ചിമഘട്ടത്തിൻ്റെ പരമാവധി നീളം 1600 കിലോമീറ്റർ. കേരളത്തിലെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുന്നു, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഈ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012. 2012 പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് പാലക്കാട് ചുരമാണ് ഏറ്റവും വലിയ വിടവ്. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി 30 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗ്ഗങ്ങളാണ് സിംഹവാലൻ കുരങ്ങ്, നീലഗിരി ഥാർ, നീലഗിരി ലങ്കൂർ. ഇവ 3 എണ്ണമാണ് പ്രധാനമായും വംശനാശ ഭീഷണി നേരിടുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഉയരം 2695 മീറ്ററാണ്. 2695 മീറ്റർ. ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ: താൽഘട്ട് ചുരം, മുംബൈ നാസിക്; ബോർഘട്ട് ചുരം, മുംബൈ പൂനെ; പാലക്കാട് ചുരം, പാലക്കാട് കോയമ്പത്തൂർ. അന്നേരം നമുക്ക് ഒന്നുകൂടെ നോക്കാം. വെസ്റ്റേൺ ഘട്ട് സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. അറബിക്കടലിന് സമാന്തരമായിട്ടുള്ള പർവ്വതനിരയാണ്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി, കേരളത്തിൽ സഹ്യപർവ്വതം. നീലഗിരി മലകളിലാണ് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഗോത്രവിഭാഗം തോടർ. കൊങ്കൺ തീരം ഈ പ്രദേശത്താണ്. പശ്ചിമഘട്ടത്തിൻ്റെ പരമാവധി നീളം 1600 കിലോമീറ്ററാണ്. കേരളത്തിലെ ഭൂരിഭാഗം നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങൾ: 1 ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 ഗോവ, 4 കർണാടക, 5 കേരളം, 6 തമിഴ്നാട്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2012. ഏറ്റവും വലിയ വിടവാണ് പാലക്കാട് ചുരം, 30 കിലോമീറ്ററാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ, നീലഗിരി ലങ്കൂൺ. ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഉയരം 2695. പ്രധാന ചുരങ്ങൾ: താൽഘട്ട് ചുരം, മുംബൈ നാസിക്; ബോർഘട്ട് ചുരം, മുംബൈ പൂനെ; പാലക്കാട് ചുരം, പാലക്കാട് കോയമ്പത്തൂർ.